ശരത് പവാറിന്റെ ഒറ്റ പ്രഖ്യാപനം അജിത് പവാർ കണ്ടം വഴി ഓടിയെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസമായിരുന്നു ശരത് പവാർ ബരാമതി നിയമസഭാ മണ്ഡലത്തിൽ തന്റെ അനന്തരവൻ യുഗേന്ദ്ര പവാർ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള സൂചനകൾ നൽകിയത്. ആ ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും ഇനി ബരാമതിയിൽ താൻ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് അജിത് പവാർ. ബരാമതിയിൽ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വളരെ അഭിമാനകരമായതായിട്ടും അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതാണ്. 2019 മകൻ പാർത്ഥ പവാറിന്റെയും അതുപോലെ 2024 ഭാര്യ സുനേത്ര പവാറിന്റെയും തോൽവിയാണ് അജിത് പവാറിന് ഇരട്ട പ്രഹരം നൽകിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അനന്തരവൻ യുഗേന്ദ്ര പവാർ ബരാമതി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതായുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നത്. യുഗേന്ദ്ര പവാറും പ്രവർത്തകരുമായി കൂടിക്കാഴ്ച തുടങ്ങിയതാണ് സൂചനകൾ. ഇതിന് പിന്നാലെയാണ് ബരാമതിയിൽ താൻ പിന്മാറും എന്നുള്ള കാര്യം അജിത് പവാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പകരം തന്റെ മകൻ ജയ് പവാറിനെ സ്ഥാനാർത്ഥിയാക്കുമെന്നതാണ് അജിത് പവാർ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല. 7-8 തവണ താൻ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. തങ്ങളുടെ പാർട്ടിയെ പാർലമെന്ററി കമ്മിറ്റി ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് അത് തീരുമാനിക്കുകയാണ്. പ്രാദേശിക പ്രവർത്തകരും പാർട്ടി സംഘടനകളും എന്ത് തീരുമാനമെടുത്താലും താൻ അംഗീകരിക്കുമെന്നതാണ് പവാർ പറഞ്ഞത്. പവാർ കുടുംബത്തിൽ നിന്നും മറ്റൊരാൾക്ക് ഈ മണ്ഡലം ഏൽപ്പിച്ചു കൊടുക്കാൻ ഈ 2 നേതാക്കൾക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് ശരത് പവാർ അനന്തരവനെയും അജിത് പവാർ തന്റെ മകനെയും മത്സരിപ്പിക്കുവാനുള്ള നീക്കം നടത്തുന്നത്. 2 ദിവസം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അജിത് പവാർ അമ്പരപ്പിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ചെറിയ തെറ്റുപറ്റിയെന്നും തന്റെ ഭാര്യ സുനേത്രയെ തന്റെ സഹോദരിക്കെതിരെ മത്സരിപ്പിക്കാൻ പാടില്ലായിരുന്നുവെന്നും, എന്നാൽ പിന്നീട് അത് സംഭവിച്ചു പോയി എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അജിത് പവാറിന്റെ മറ്റൊരു പുത്രൻ പാർത്ഥ പവാർ മാവൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 2019 മത്സരിച്ച് വലിയ തോൽവി ഏറ്റുവാങ്ങിയ ആളാണ്. അദ്ദേഹം ഇപ്പോൾ മത്സരത്തിന് തയ്യാറല്ല എന്നതാണ് പറയുന്നത്. സംഘടനാ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നതാണ് പാർത്ഥ പവാർ പറയുന്നത്. അതോടെയാണ് ജയ് പവാറിന് ഇപ്പോൾ നറുക്ക് വീണിരിക്കുന്നത്. എന്തായാലും 2 വട്ടം അജിത് പവാറിന്റെ കുടുംബത്തെ സ്വീകരിക്കാത്ത മണ്ഡലത്തിൽ വീണ്ടും 3-ാം ഊഴം നോക്കി അജിത് പവാർ കരുക്കൾ നീക്കുകയാണ്. തന്റെ ഇമേജ് നഷ്ടപ്പെടുത്താതെ നോക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരീക്ഷണത്തിന് നിൽക്കാൻ അജിത് പവാർ ഇപ്പോൾ ധൈര്യപ്പെടാത്തത്.